ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നുവോ? ഡു യു ബിലീവ്? വിശ്വാസമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കറൻസി. അത് വിശ്വാസത്തിൻ്റെ കറൻസി ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11:26 കർത്താവ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഡു യു ബിലീവ്? അതൊന്ന് വായിച്ച് നോക്കാം. യോഹന്നാൻ്റെ 11:26 ഇങ്ങനെയാണ് പറയുന്നത്, യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് അവളോട് ചോദിച്ചു. ഒരു ചോദ്യമാണ് കർത്താവ് ചോദിക്കാൻ. നീ വിശ്വസിക്കുന്നു? എന്താ വിശ്വസിക്കുന്നത്? ഞാനാണ് ജീവനും പുനരുദ്ധാനവും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. അതാണ് അവിടെ പറയുന്നത്. ജീവിച്ചിരുന്നു എങ്കിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കത്തില്ല. അപ്പം വിശ്വാസമുള്ള നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവനൊരു പുതു സൃഷ്ടിയായി, അവനിൽ പരിശുദ്ധാത്മാവ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിൽ എൻ്റെ ഉപനിധി എന്തെന്ന് എനിക്കറിയാം. അവൻ എൻ്റെ ഉപനിധി, പരിശുദ്ധാത്മാവൻ. അവൻ ഞാൻ എത്തേണ്ട സമയം വരെയും, എന്നെ എത്തിക്കേണ്ട സമയം വരെയും അവൻ എന്നെ നടത്തുമെന്ന് നിശ്ചയമുണ്ട്. കാരണം ഈ പരിശുദ്ധാത്മാവ് ഇട്ടേച്ച് പോകുന്നില്ല. പിന്നെ പരിശുദ്ധാത്മാവ് നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണ് നമ്മൾ ഈ ദൈവം പറയുന്നത് കേൾക്കാനുള്ള. ഭർത്താവ് ഒരു കാര്യവും നമ്മൾ കേൾക്കാനുള്ള മനസ്സില്ലെങ്കിൽ പറയത്തില്ല. അപ്പം തന്നെ നമ്മുടെ മക്കളോട് തന്നെ ഉപദേശം തന്നെ ഉപദേശമാണ്. പക്ഷെ അവൻ കേൾക്കത്തില്ല. കുറച്ച് ഉപദേശമെല്ലാം അങ്ങ് നിർത്തും. നമ്മൾക്ക് അവരെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹം. കുറേ നാൾ വരായിരുന്നു, പിന്നെ കാണണമെന്നുള്ള ആഗ്രഹം മാറിപ്പോവും. അതാണ് മനുഷ്യൻ. അങ്ങനെ തന്നെയാണ് ദൈവവും. ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, പരിശുദ്ധാത്മ ഗ്രീവ് ചെയ്യാന്ന് പറയും, പരിശുദ്ധാത്മ വേദനിപ്പിച്ചാൽ, പരിശുദ്ധാത്മ ഉള്ളിലുണ്ട്, പക്ഷെ കാര്യമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ വളർത്തിക്കൊണ്ട് എന്നും പരിപോഷിപ്പിക്കുക എന്ന് പറയും. ഭക്ഷണം കൊടുക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ വചനം കൊണ്ട് നിറച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരിക്കാമെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിൽ കൂടെ അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ദൈവം ഇവിടെ ലാസറസ് മരിച്ചിട്ട് 4-ാം ദിവസമാണ് കടന്നു വന്നിരിക്കുന്നത്. 4-ാം ദിവസം കടന്നതിന് യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം ഒരു 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസുമില്ല തിരിച്ചു വരാൻ. 3 ദിവസത്തിനകം തിരിച്ചെങ്കിലും 4-ാം ദിവസം ഒരു ചാൻസുമില്ല. ആ ടൈം വരെ വെയിറ്റ് ചെയ്ത് കർത്താവ് വന്നേച്ച് മാർത്തയും മറിയും കൺഫ്രണ്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ട് സംസാരിക്കുമ്പോഴാണ് അവർക്ക് മരിച്ചുപോയ ലാസർ തിരിച്ചു വരുന്നൊന്നും ആ ടൈം വിശ്വാസമില്ല. പക്ഷെ ദൈവം അവരോട് ഉപദേശിക്കുക, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും. അത് നിത്യജീവനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞതെങ്കിലും അതിനർത്ഥം ഇവിടെ എന്നിൽ നീ വിശ്വസിക്കുന്നതിൽ ജീവൻ കാണുമെന്നും ഉണ്ട്. അത് ഓരോ സന്ദർഭങ്ങളിൽ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അവരവരോട് ആത്മാവ് പറഞ്ഞാലേ മനസ്സിലാവും. മാർത്തയ്ക്കും മനസ്സിലായില്ല, മറിയയ്ക്കും മനസ്സിലായില്ല. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്. ഇത് മാർത്തയോട് ചോദിക്കുന്ന പോകാൻ തോന്നുന്നു. യേശു അവളോട്, ഇത് മറിയ വന്നിട്ട്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. അപ്പോൾ ഇത് ദൈവത്തോട് അടുക്കലിരിക്കുന്ന മറിയോട് തന്നെയാണ് പറയുന്നത്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. വളരെ പ്രധാനമാണ്. എന്നിലാണ് നീ വിശ്വസിക്കുന്നെങ്കിൽ മരിക്കത്തില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവോത്തരനായ ക്രിസ്തു നീ തന്നെ എന്ന് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ടോക്കിംഗ് ടു മാർത്ത വഴി. അപ്പം നമ്മൾ കർത്താവ് ഈ മാർത്തയെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുകയാണ്. എങ്ങനെയാണ് ഞാനാണ് ജീവന്, ഞാനാണ് സത്യം, എന്നിലാണ് ജീവൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുമ്പോഴെല്ലാം മനസ്സിലാക്കുന്ന വേറൊരു തലത്തിലാണ്. നമ്മളും അങ്ങനെയല്ലേ? പല കാര്യങ്ങളിലും ദൈവവാഗ്ദത്വം എനിക്ക് കിട്ടാറുണ്ട്, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും ശരിയല്ല എന്ന് എനിക്കും അറിയാം. അപ്പോൾ പിന്നെ ഞാൻ ദൈവത്തോട് ചോദിക്കും, അത് ശരിയല്ലായിരുന്നു. അപ്പോഴൊന്നും കർത്താവ് നമ്മളാ കറക്റ്റ് വരുന്നിടം വരെ ദൈവം അനുഭവമില്ല. അത് ഇറ്റ് ഈസ് ലൈക്ക് എ പസിൽ, ജിക്സോ പസിൽ പോലെ. അത് വെച്ച് വചനം വെച്ച് അവസാനം വരുമ്പോൾ ദിസ് ഈസ് ദ കറക്റ്റ്. അപ്പം കറക്റ്റ് പിക്ചറായി ഉത്തരം കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അതുവരെ നമ്മൾ വിശ്വസിക്കുകയേ രക്ഷയുള്ളൂ. അത് ഞാൻ പലരോടും പറയും, അല്ല ഈ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നതിൽ കൂടുതൽ വേറെ വല്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞതാ. നിങ്ങൾ ഈ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു, ഇതിൽ കൂടുതൽ നല്ലത് വേറെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ, ഞാനും ഒന്ന് നോക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അവനിൽ ഉറച്ചു നിൽക്കുന്നെന്നുള്ള ഉറപ്പ് വരുമ്പോഴാണ് നമ്മളോട് ദൈവം പറയുന്നത്, നീ വിശ്വസിക്കുന്നുവോ? ഈ പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നുവോ? മറിയ വന്നിട്ട് അത് തന്നെ. മറിയയ്ക്കും വലിയ വിശ്വാസമൊന്നുമില്ല. മാർത്തയോട് പറഞ്ഞിട്ട് കാര്യമില്ല.
പക്ഷെ മാർത്തയോട് ദൈവം പറഞ്ഞു നോക്കുന്നുണ്ട്. ആരെയും ദൈവം വിടുന്നില്ലല്ലോ. മാർത്തയോട് ഇഷ്ടക്കുറവൊന്നുമില്ല. വിശ്വാസ മണ്ഡലത്തിൽ മറിയയാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. പക്ഷേ മാർത്തയോടും മറിയയോടും കർത്താവ് പറയുന്നു. അപ്പം മറിയ വന്നിച്ച് പറഞ്ഞു, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവിടെയും സങ്കടം പറച്ചിലാണ്. ശരിയല്ലേ? നമ്മളും ഇക്കടത്തിൽ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന് യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ വന്ന് കാണുക എന്ന് അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. കർത്താവ് കരയുന്ന ഭാഗത്തെക്കുറിച്ച് പലരും പറയും, മാർത്ത മറിയ ഇഷ്ടമുള്ളത് അതുകൊണ്ട്, ലാസർ മരിച്ചുകൊണ്ട്, പല ആൻസർ കാണും. പിന്നെ പാപത്തിൻ്റെ ഇഫക്റ്റ് മൂലം ലോകത്തിൽ സ്നേഹിക്കുന്നവർ അകന്നു പോകുന്നത്. യേശുവിനും ലാസർ ഒരു വലിയ സഹായിയായിരുന്നു. ലാസർ ഒരു വലിയ ധനവാനായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ പലപ്പോഴും യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് വന്ന് ഭക്ഷണം കഴിച്ച ഒരു ഭവനമാണെന്ന്. അപ്പം ഇതൊരു ചെറിയ ലോസ് അല്ലേ യേശുവിനെ സംബന്ധിച്ച്. അപ്പോൾ ഹി വാസ് ഓൾസോ അറ്റാച്ച്ഡ് ടു ഹിം ആൻഡ് ഹി ക്രൈഡ്. എന്തിനാണ് കരഞ്ഞെന്നുള്ളത് വ്യക്തമായിട്ടൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി മെനി റീസൺസ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ മാർത്ത കരയുന്നു, മറിയ കരയുന്നു, യഹൂദന്മാരെല്ലാം, യേശുവും കരഞ്ഞു. ഇപ്പോൾ എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല സ്റ്റോറി, അവിടെ നിൽക്കുന്നില്ല. അപ്പം എന്ത് കർത്താവ് ചോദിക്കുന്നു, അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? കർത്താവിനെടുക്കാൻ ഇത് ആ ഗുഹ എന്ന്, അതൊരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരി മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി. 4 ദിവസമായല്ലോ എന്ന് പറയും. യേശുവോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസം, എന്തിനാണ് വിശ്വാസം? കർത്താവ് പറയുന്നതിൽ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര എണ്ണം നമ്മുടെ മുമ്പിൽ എന്ത് വിശ്വാസമുണ്ടോ? ആർ വി റിയലി ഫെയ്ത്ത്? അതായത് നമ്മൾ സഭാപരമായി, ഉപദേശപരമായി, ആത്മീയപരമായി നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് ഇരിക്കുന്നത്? സഭയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഉപദേശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ആത്മീയ വളർച്ചയുണ്ട്. പലതരത്തിലുള്ള പല സ്റ്റേജിലുണ്ട് നമ്മുടെ വിശ്വാസം. ലാസ്റ്റിൽ എന്ത് പറ്റി? ഇവർക്ക് വിശ്വാസം വരുവാനുള്ള ഉപദേശം കൊടുത്തു കഴിഞ്ഞിട്ട് ദൈവം തമ്പുരാൻ തന്നെ ആക്ഷൻ എടുക്കുകയാണ്. കാണിക്കാൻ പറഞ്ഞു, കാണിച്ചു കൊടുത്തു. ലാസറസ് കം ഫോർത്ത്. എന്താണ്? ദൈവമേ, പിതാവാം ദൈവമേ, നീ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം കേൾക്കുന്നെന്ന് എനിക്കറിയാം. ഉറപ്പ് കണ്ട്. അതുപോലെ നമുക്കും പറയാനാകണം. ലാസറസ് കം ഫോർത്ത് എന്ന് പറഞ്ഞപ്പോൾ ലാസറസ് കെട്ടോടുകൂടി തന്നെ ഇറങ്ങി വന്നു. പിന്നെ കെട്ടഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അത്രയെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. വിശ്വസിക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള സീറോ ഫെയ്ത്ത് ഉണ്ട്, ഒട്ടും വിശ്വാസമില്ലാത്തവരുണ്ട്. വിശ്വാസികളാണ്, വിശ്വാസമൊന്നുമില്ല, അവരെ സീറോ ഫെയ്ത്തുകാരായിരുന്നു. ലിറ്റിൽ ഫെയ്ത്ത്, സാധാരണ ഫെയ്ത്ത്, ചെറിയ കാര്യത്തിൽ അത്ര മതി, അതിനകത്തൊക്കെ അറിയാം, ഇത്ര അറിഞ്ഞാൽ മതി, സാധാരണ ഫെയ്ത്ത്. അങ്ങനെയുള്ളവരുണ്ട്. സ്പിരിച്വൽ ഫെയ്ത്ത്, ആത്മീയമായ ഫെയ്ത്ത്. അത് ആത്മീയ കുളത്തിൽ പഠനം, വചനം വായിച്ച് നമ്മുടെ ആത്മാവിൽ അതിലൊരു ഫെയ്ത്ത് വരും. എന്നാൽ അതിലുപരിയായിട്ടൊരു ഗ്രേറ്റ് ഫെയ്ത്ത് ഉണ്ട്. ശൂന്യംകാരത്തി സ്ത്രീ വന്നിട്ട്, അവൾ ദൈവത്തിൻ്റെ യഹൂദ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ അല്ലായിരുന്നു. അവളുടെ മകൾക്ക് സുഖമില്ലായിരുന്നു. അവൾ വന്ന് കർത്താവിനോട് സങ്കടം പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമക്കളുടെ ഭക്ഷണം, ദൈവത്തിൻ്റെ മക്കളുടെ ഭക്ഷണം പട്ടിക്കോ നായ്ക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അവൾ വിട്ടില്ലല്ലോ. അവൾ പറഞ്ഞു, അല്ല, നായ്ക്കുട്ടികൾ യജമാനൻ്റെ മേശപ്പുറത്ത് നിന്ന് വീരുന്ന ഭക്ഷണം കഴിക്കുന്നു. യേശു പറഞ്ഞു, തൻ്റെ ജനത്തിൻ്റെ ഇടയ്ക്ക് പോലും ഇത്തരം വിശ്വാസം കണ്ടോ? അവളുടെ വിശ്വാസം ഒരാൾ പറഞ്ഞതിലുള്ള ഉറപ്പാണ്. പട്ടിയാണ്, പട്ടി ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നമ്മൾ ആ ലെവലിലായിട്ടുണ്ട്. കർത്താവ് ഇതിൽ എൻ്റെ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്നു. നീ അന്നത് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് സാരമില്ല, ഞാൻ വിശ്വസിക്കുന്നു. പല കാര്യങ്ങളിലും ദൈവം എനിക്ക് ഒത്തിരി വാഗ്ദത്തം തന്നിട്ടുണ്ട്. പലതും എനിക്ക് കിട്ടാത്തതുകൊണ്ട് കിട്ടിയതും ഒത്തിരിയുണ്ട്. പക്ഷെ കിട്ടാത്തതിൽ ഞാൻ ദൈവത്തോട് പരാതിയല്ല പറഞ്ഞു. ഞാനത് അന്ന് പറഞ്ഞത് നീ ഓർക്കുന്നുണ്ട്. ഞാൻ എന്നും ഓർത്തിരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിക്കും. എപ്പോഴും ഓർപ്പിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് എന്നെ ദൈവം ഓർപ്പിക്കുമ്പോൾ ഞാൻ തിരിച്ച് ഓർപ്പിക്കും. ആൻഡ് ഐ സീ ദാറ്റ് ഗോഡ് ഓണേഴ്സ് ഇറ്റ്. കർത്താവിനത് വലിയ സന്തോഷമാണ്. അതാണ് ഈ ശൂനമൈറ്റ് സ്ത്രീയുടെ ഫെയ്ത്ത് എന്ന ഗ്രേറ്റ് ഫെയ്ത്താണ്, ഉറച്ച വിശ്വാസം. ഈ പറഞ്ഞവൻ ആര്? രക്തസ്രവമുള്ള സ്ത്രീയുടെ ഫെയ്ത്ത് ഗ്രേറ്റ് ഫെയ്ത്തായിരുന്നു, ഇല്ലേ? കൂനിയായ സ്ത്രീ എന്നവർക്ക് ഫെയ്ത്തൊന്നുമില്ല, ഭർത്താവ് ചുമ്മാ അങ്ങ് സൗഖ്യമാക്കി കൊടുത്തു, ഇല്ലേ? ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നീ വിശ്വസിക്കുന്നു ആരിൽ? ക്രിസ്തുവിൽ. ദാറ്റ് ഷുഡ് ബി അവർ മോട്ടോ. ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വേറെ ഈ ഒത്തിരി പഠിച്ച് നമ്മൾ അങ്ങും ചെല്ലാത്ത രീതിയിലാകാതെ ഈ ഒത്തിരിയും ദൈവത്തിനോട് അടുക്കുമ്പോൾ ഞാൻ ഒരു സത്യം മനസ്സിലാക്കുന്ന, ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ദൈവത്തെ കാണാൻ തുടങ്ങും. പരിശുദ്ധാത്മ വരുമ്പോഴാണ്. ഒരു ചെറിയ പൂവുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കാൻ തുടങ്ങും.
കുറേ ബേഡ്സ് വന്ന് രാവിലെ ഇവിടെ ബഹളം വെച്ചാൽ അതിൽ സന്തോഷിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഈ നാശം എന്ന് പറയും നമ്മളില്ലേ. സീ ദ ഡിഫറൻസ്. അതാണ് ചെറുതിലും വലുതിലും ഒരുപോലെ സന്തോഷം. വലിയ കാര്യം നേടിയിട്ട് സന്തോഷിക്കുക അങ്ങനെയൊന്നും ഇല്ലെന്നേ. ചെറുതും വലുതും എല്ലാം ദൈവത്തിന് ഒരുപോലെ. എവ്രി ഡേ ലൈഫ് വിത്ത് ക്രൈസ്റ്റ് ഈസ് ആൻ എക്സൈറ്റ്മെൻറ്റ്. അതൊരു സന്തോഷമാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾക്ക് ചില ഇഷ്ടമുള്ള കാര്യം, കർത്താവേ എനിക്കിത് വേണമെന്നൊന്ന് പറഞ്ഞ് നോക്ക്. അടുത്തിരിക്കണേ, അത് വീട്ടിൽ കയറി വരും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നീ വിശ്വസിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവൻ. ഞാൻ തന്നെ പിതാപുത്ര പരിശുദ്ധാത്മാവിൽ പുത്രനായിട്ട് നിന്നത്. ഞാൻ തന്നെ സൃഷ്ടി ഉണ്ടാക്കിയത്. ഞാൻ ഈ കൊളോഷ്യൻസിനകത്ത് പറയുന്നുണ്ട്, സകലവും ഭൂമിയിലുള്ള സകലതും പുത്രൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ പിതാവ് ഉണ്ടാക്കിയത്. പിന്നെ പുത്രൻ്റെ മണവാട്ടികളാണ് പുതിയ നിയമത്തിലുള്ള നമ്മൾ ഓരോരുത്തരും. ആ പദവി അലങ്കരിക്കാൻ തക്കോണം നമ്മൾ റെഡിയാകണം. അങ്ങനെ ആയിത്തീരട്ടെ. എന്നിൽ നീ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? ഇവൻ ദൈവപുത്രനാണ്, ഇവൻ തീർത്തും തിരിച്ചു വരും, ഇവൻ എൻ്റെ പ്രാണപ്രിയനാണ്, പ്രാണൻ്റെയാണ്, ആത്മാവിൻ്റെ മണവാളനാണ്, അവൻ വന്ന് എന്നെ കൊണ്ടുപോകും, വീടൊരുക്കുന്നുണ്ട്, തിരിച്ചു കൊണ്ടുപോകും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്, പറയണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതാ നിൻ്റെ മുമ്പിലേക്ക് കടന്ന് എന്തൊരു മനോഹരമാണ്. നീ എന്നിൽ വിശ്വസിക്കുന്നോ എന്നൊരു ചോദിക്കും. എനിക്കങ്ങനെയൊന്നും ചോദിക്കാൻ അറിഞ്ഞുകൂടാ കർത്താവേ. ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നു എന്ന് എൻ്റെ മോൻ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നു എന്ന് നീയാണ് ചോദിച്ചത്. നിൻ്റെ വാക്യം ആണ് ഉത്തരം. നിൻ്റെ വാക്യമാണ് ചിലപ്പം കുഞ്ഞുങ്ങൾ പോലും പറഞ്ഞു പറയുന്നത്. നീ എന്നിൽ വിശ്വസിക്കുന്നു, അമ്മി എന്നിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നു. വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്തു ആണെങ്കിൽ, ക്രിസ്തുവാണത് പറഞ്ഞതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നാഥ. എൻ്റെ അവിശ്വാസത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ അവിശ്വാസമാകുന്ന ദുഷ്ടഹൃദയത്തെ എന്നിൽ നിന്ന് എന്നേക്കും എടുത്തു കളയണം. നിൻ്റെ സൃഷ്ടിയാകുന്ന ദൈവമക്കൾ നിൻ്റെ നാമത്തിൽ പറയുമ്പോൾ അത് നിൻ്റെ ശബ്ദമായിട്ട് സ്വീകരിക്കാനുള്ള വിനയം ഞങ്ങൾക്ക് തരണം. പലപ്പോഴും പല ഉപദേശങ്ങൾ മറ്റുള്ളവർ തരുമ്പം അത് പരിജ്ഞാനത്തിൽ ദൈവാത്മാവാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അതിനെ അനുസരിക്കാനുള്ള ഹൃദയം കൂടെ ഞങ്ങൾക്ക് ഇട്ടുതരണേ. അതല്ല അവരെക്കാട്ടി എനിക്കറിയാവുന്ന, ഞാൻ ആ പ്രായത്തിൽ വലുത് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കാതെ, അവരത് പറഞ്ഞത് എത്ര പ്രായം കുറഞ്ഞവരാണേലും അവർ കൂടെ പരിശുദ്ധാത്മാവാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുള്ള നല്ല ഹൃദയം ഇട്ട് തരണം. വിശാലമായ ഹൃദയം. അത് ഞാൻ പലപ്പോഴും ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. അവർ പറയുന്നത് നിധിയായിട്ട് ഞാൻ കാണാറുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങളുടെ മക്കൾ പറയുന്നതും കർത്താവിനോട് ചേർന്ന് തന്നെ അവർ നിൽക്കുന്നത്. ബലഹീനത ഉണ്ടെങ്കിലും അവർ പറഞ്ഞത് ദൈവം ചെയ്തു കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. അതേ സീൽ ചെയ്യാണ് രക്തം കൊണ്ട്. എന്നിൽ വിശ്വസിക്കുന്നു, നീ ഇത് വിശ്വസിക്കുന്നു. അവിടുന്ന് തന്നെ പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും മരിക്കയില്ല. മരിച്ചാലും അവർ ജീവിക്കുന്നു. അത് നിത്യജീവനെക്കുറിച്ചാണ്. പക്ഷേ ഇവിടെ ലാസറസിന് കർത്താവ് ജീവനെ തന്നെ, ജഡീക ജീവനെ തന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് ഭാരത്തിനാണ് പ്രശ്നം കർത്താവ്? ഏത് ഭാരത്തിന് ഉത്തരം നിന്നിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതി. നിന്നിൽ നിന്ന് മാറാതെ വാങ്ങിച്ചെടുക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.